വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ലോ ഇൻ കേരളനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് രണ്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനി ഇത് പാർട്ട് 3 ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 കുറിച്ചും എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. അതിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം. ഇനി അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ സൊസൈറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ് എങ്കിലും വേണം എന്നാണ് പറയുന്നത്. സൊസൈറ്റീസ് വെർ രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ആസ് വെൽ ആസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടും അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് സൊസൈറ്റികൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ സൊസൈറ്റീസ് വെർ നോട്ട് അലൗഡ് ടു ഇൻവെസ്റ്റ് എമൗണ്ട് ഇൻ അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി. അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദർ ഈസ് പ്രൊവിഷൻ ഫോർ അമാൽഗമേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് സൊസൈറ്റീസ്. അമാൽഗമേറ്റ് ഒക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. RCS have the right to decide whether the members are agriculturist or not. അപ്പം രജിസ്ട്രാർക്ക് എന്തിനുള്ള അവകാശമുണ്ട്, എന്ത് തീരുമാനിക്കാനുള്ള, മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആവണമോ ആവണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ടെന്നാണ് പറയുന്നത്. RCS ഷുഡ് ഓഡിറ്റ് അക്കൗണ്ട്സ് പീരിയോഡിക്കലി. രജിസ്ട്രാർ എന്ത് എഴുതിയിരിക്കണം, അക്കൗണ്ട്സ് ഒക്കെ പീരിയോഡിക്കലി ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം 3 months നോട്ടീസ് നീഡഡ് ടു കൺവീൻ ദി GB മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗിന് 3 മാസത്തെ നോട്ടീസ് വേണം എന്നാണ് പറയുന്നത്. അതിന് മുന്നേ തന്നെ 3 മാസം മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്നതിന് മുന്നേ. മാക്സിമം എമൗണ്ട് ഓഫ് ഫൈൻ ഇമ്പോസ്ഡ് ഈസ് ₹500. 500 രൂപയാണ് മാക്സിമം ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത് നോക്കാം. ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്, നേരത്തെ എടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും കൂടി അത് പറയാം. ഫസ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് രജിസ്റ്റേർഡ് അണ്ടർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊച്ചിൻ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചതാണ്, എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകരയാണ്. ഇത് രജിസ്റ്റർ ചെയ്ത ഇയർ ഡേറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയ് മാസം 16 1914 അല്ലെ. 13 ആക്ടാണ്, 14 മെയ് മാസം 16 എന്ത് ചെയ്തത്, രജിസ്റ്റർ ചെയ്തത്. എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്നാണ് പിന്നീട് അതിന്റെ പേര് മാറി വന്നത്. ഇനി ഇക്കണ്ട വാര്യർ ആയിരുന്നു ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ളത്, ഇക്കണ്ട വാര്യർ. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മറ്റേത് കൊച്ചിൻ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആയിരുന്നു എടവനക്കാട് കേട്ടോ. ഓക്കെ, അടുത്ത ഇനി എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. 1914 ആക്ട് വന്നത്. 1950 ആണ് ഇത് വന്നത്. ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് നവംബർ മാസം 23 കേട്ടോ. 1915 നവംബർ 23 എന്ത് ചെയ്ത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം വന്നത്. എന്താ അതിന്റെ പേര്, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി ഈ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര് ചേഞ്ച് ചെയ്തു, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. അപ്പോ 1943. അത് കഴിഞ്ഞിട്ട് 1954 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാക്കി. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് KCB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. അത് 1956 നവംബർ 1 വന്നത്. ഇനി നവംബർ 29 2019 കേരള ബാങ്ക് വന്നത്. 2019 നവംബർ 29 കേരള ബാങ്ക് ഫോം ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ എടുത്തു തന്നു എന്നുള്ളൂ കേട്ടോ.
അടുത്ത എന്താന്ന് നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവല്യൂഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.